ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇവിടെ ഗുഡ് ഈവനിങ് ആട്ടോ. ഞാൻ ഇന്ന് ഷീനിൽ നിന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ബാങ്കിൾസ്, ഇയറിങ്സ്, കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഫസ്റ്റ് വന്നേക്കുന്ന ഈ ഒരു സ്പഞ്ച് ആട്ടോ, നമുക്ക് നമ്മുടെ മുഖത്ത് ഫൗണ്ടേഷൻ പൗഡറൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റണേ. സെക്കൻഡ് വന്നേക്കുന്ന ഈ ഒരു ഓർഗനൈസർ സെറ്റാണ്. ഇതിൽ നമുക്ക് ഇയറിങ്സ് വെക്കാം, നമ്മുടെ ഇയറിങ്സ് വെക്കാം, പിന്നെ സ്മോൾ ചെയിൻസ്, ഇതെല്ലാം നമുക്ക് ഇതിലിട്ട് വെക്കാം. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് വെക്കാമെന്ന് തോന്നി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വന്നേക്കുന്ന ഈ ബാംഗിൾസ് ആണ്. ഈ ബാംഗിൾസ് ഒന്നും വലിയ റേറ്റ് ഇല്ല, 5 പൗണ്ട്സ് പോലും ആയിട്ടില്ല. എനിക്ക് ഈസി ടു യൂസും ആണ്, നല്ല കംഫർട്ടബിളും ആണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞാനൊരു കുറച്ചധികം ബാംഗിൾസ് വാങ്ങിച്ചിട്ടുണ്ട്, പല ഡിസൈൻസിലൊക്കെ ഉള്ള. എന്ന് വെച്ചാൽ നമുക്ക് ഈ പുറത്ത് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ റിങ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ ബാംഗിൾ ഇട്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ഇത് വാങ്ങിച്ചൊരു റെഡ് സ്റ്റോൺ ഉള്ളൊരു ബാംഗിളാണ്. അത് നമുക്ക് ഈ വാച്ചസ് ഒക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒപ്പം ബാംഗിൾസ് ഇടാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് ഇടാം. പിന്നെ ഇത് അഡ്ജസ്റ്റബിളും ആണ്. പിന്നെ ഇത് ഒരു ഹെയർ ബ്രഷ് ആട്ടോ. ഹെയർ ബ്രഷ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മുടി നന്നായിട്ട് ഒതുങ്ങി നമുക്ക് നല്ല തിക്നെസ് തരുന്ന പോലെ എനിക്ക് തോന്നിയത് യൂസ് ചെയ്തപ്പോൾ, ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ കേട്ടോ. പിന്നെ ഇതും ഒരു ബാംഗിളാണ്, ഫുൾ ഇങ്ങനെ ലവിൻ്റെ സൈനൊക്കെ ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ പോണത് ഇയറിങ്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇയറിംഗ് ആണ്. ഇത് നമ്മുടെ വാട്ടർമെലൺ ടൈപ്പ് ഒരു ഇയറിംഗ് ആണ്. അതിൻ്റെ സ്റ്റോൺ ഞാൻ ഒരെണ്ണെടുത്തപ്പോൾ പോയി, നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു ഇയറിംഗ് ആണ്. ഞാൻ ഇത്രയും വലുതാവെന്ന് വിചാരിച്ചില്ല, എനിക്കിത് തിരിച്ചു കൊടുക്കണം. ഇതാണെങ്കിൽ നമുക്ക് ഏത് കളർ ഡ്രസ്സിൻ്റെ ഒപ്പം ആയാലും ഇടാൻ പറ്റും. രണ്ടും 2 ടൈപ്പ് കളറാണ്. പിന്നെ ഇതും വേറൊരു ടൈപ്പ് ഇയറിംഗ് ആണ്. ഇത് ഇങ്ങനെ ഫ്ലവർ പോലെ വന്നിട്ട് ഫ്ലവറിൻ്റെ പെറ്റൽസിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല വലിയ ട്രാൻസ്പെറൻറ്റ് സ്റ്റോൺ വരുന്നതാണ്. കുറച്ച് ഹെവിയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ നെക്കിൽ ചെയിൻ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാകുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി, നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇങ്ങനത്തെ കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ ഇത്രയും വലുതാവുമെന്ന് വിചാരിച്ചില്ല. പിന്നെ ഇത് വേറൊരു ടൈപ്പാട്ടോ. ഇതും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിംഗ് ആട്ടോ. നമുക്കിത് 2 രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ട്രൈ ചെയ്തിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ക്വാളിറ്റി വൈസ് ഞാൻ വാങ്ങിച്ച എല്ലാ പ്രൊഡക്ട്സും എനിക്ക് ഇഷ്ടപ്പെട്ടു, എക്സെപ്റ്റ് ദാറ്റ് സൈസ് ഓഫ് ദാറ്റ് ഇയറിംഗ് ഞങ്ങൾ നേരത്തെ കാണിച്ച്. പിന്നെ ഇത് 2 ടൈപ്പിൽ ഇടാൻ പറ്റും. ഒന്ന് ഇങ്ങനെ ഇടാൻ പറ്റും, അല്ലാതെ നമുക്ക് ഈ ജിമിക്കി പോലൊക്കെ ഇല്ലേ, അത് ഇങ്ങനെ ഇടാൻ പറ്റും കേട്ടോ. ഇത് ലാസ്റ്റ് വൺ, ഇതാണ് ബട്ടർഫ്ലൈ. ഭയങ്കര ക്യൂട്ടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല കല്ലൊക്കെ വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇതെല്ലാം ഞാനിങ്ങനെ ഓർഗനൈസറിൽ ഇട്ട് വെച്ചു. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി ഈ ഓർഗനൈസർ. എനിക്കൊന്ന് 56 കമ്മലിടാൻ തോന്നുന്നു, അതിൻ്റെ അകത്ത് പെയർ ഓഫ് കമ്മൽ. അങ്ങനെ എനിക്ക് എല്ലാ സാധനവും ഇന്ന് കാണിച്ചാൽ ഇഷ്ടപ്പെട്ടിട്ടോ. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ നിങ്ങളോട് പറഞ്ഞാൽ മതി, ലിങ്ക് തരാം. ബൈ.